ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ അനിമയാണ്. എന്ന് വെച്ചാൽ പുതിയ അനിമയുടെ സീസൺ 2 ആണ്. അനിമയുടെ പേര് കൈജു നമ്പർ 8 സീസൺ 2 ആണ്. എനിക്കറിയാം ഗൈസ്, ഞാൻ കുറെ കാലത്തിന് ശേഷം വന്നേക്കുന്ന കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ മരിച്ചുവെല്ലാം പോയത്. ഞാൻ മരിച്ചൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ എന്ത് പറ്റി എനിക്കൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ മുമ്പ് സോളോ ലെവലിംഗ് എന്തിനാ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെയായിരിക്കും കൈജു നമ്പർ 8 സീസൺ 2 അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇറങ്ങുന്ന ആ ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ കുറച്ച് പേര് ഈ ഒരു അനിമ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ തന്നെ 3 എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറയാൻ നമ്മൾ തളർത്താൻ പറ്റുമോ ഗൈസ്? നമ്മൾ ആ ഒരു പഴയ റേഞ്ചിൽ 2-3 ദിവസത്തിനകത്ത് എത്തുന്നതാണ്. ഇന്ന് എപ്പിസോഡ് 1, പിന്നെ നാളെ എപ്പിസോഡ് 2 മാറ്റുന്ന എപ്പിസോഡ് 3 എന്ന് വെച്ചതിന് ശേഷം പിന്നെ തൊട്ടടുത്ത ആഴ്ച മുമ്പ് സോളോ ലെവലിംഗ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. സോ ഗൈസ്, ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ചെറിയൊരു കാര്യം, അത് നിങ്ങൾക്ക് എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വേറൊന്നുമില്ല, കമന്റ് സൈഡിലുള്ള കമന്റ് അതിന്റെ റൈറ്റ് നിന്നും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹൈപ്പ് ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളപ്പോൾ തൊട്ടതിന് ശേഷം പൈപ്പ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഹൈപ്പ് കൊടുക്കുന്ന വഴി ഈ ഒരു വീഡിയോ കുറേ പേർക്ക് എത്തുകയും ചെയ്യും, പിന്നെ എനിക്കൊരു സപ്പോർട്ട് ആവുന്നതാണ്. അതുകൊണ്ട് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ഹൈപ്പ് ചെയ്യുന്നതിന് കൂടത്തിന്റെ തൊട്ട് മുകളിൽ ലൈക്കും കൂടെ കൊടുത്താൽ അത് അത്രയ്ക്ക് നല്ലതായിരിക്കും. സോ ആൻ എക്സ്പ്ലെയിനർ ഈസ് ബാക്ക് ആൻഡ് ലെറ്റ്സ് ട്രൈ ആൻഡ് ത്രോ ഇറ്റ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു സിറ്റി കാണിക്കുകയാണ്. ആ സിറ്റിയിൽ ഇപ്പൊ ഒരു അലേർട്ട് വരികയാണ്, ഒരു കൈജു അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും അലേർട്ട് ആവുകയാണ്. അപ്പൊ തന്നെ അവിടെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ കാഫ്കേനെയും മീനയും കാണിക്കുന്നുണ്ട്. അവരിപ്പോ കൊച്ചു പിള്ളേരാണ്. പെട്ടെന്ന് തന്നെ അവർ ഓടിപ്പൊക്കൊണ്ടിരിക്കുമ്പോൾ മീനിന്റെ കാല് തട്ടി അവള് താഴെ വീഴുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മളെ കാഫ്ക പറയുന്നുണ്ട്, മീന കരയല്ല, നിന്റെ കൂടെ എപ്പോഴും കാണുന്നില്ല, നീ പേടിക്കില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫൻസ് ഫോഴ്സിലുള്ള ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട കാഫ്ക പറയുന്നുണ്ട്, അത് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് ആ കൈജയെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞ് കാഫ്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ തലയ്ക്ക് മോളിൽ കൂടെ കുറെ കല്ലുകൾ വീഴുന്ന പോലെ കാണിക്കുകയാണ്. പെട്ടെന്ന് കാഫ്ക അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയതിനു ശേഷം, മീന നീ എവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടുത്തെ പുകയൊക്കെ മാറുമ്പോൾ അവിടെ ചുറ്റിലും മറ്റേ നേരത്തെ പോയ ഡിഫൻസ് ഫോഴ്സിലത്തെ ആൾക്കാർ അവന് ചുറ്റിലും കുറെ പേര് ഗണ്ണ് എയിമേ നിൽക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ മോളിലായിട്ട് മീനയാണെങ്കിൽ അവളെ സ്പെഷ്യൽ വെപ്പൺ വെച്ചുകൊണ്ട് ഇവനെ പോയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവള് കാഫ്കയോട് പറയുന്നുണ്ട്, കാഫ്ക ഈബിനോ അല്ല കൈജു നമ്പർ 8 നിന്നെ നമ്മൾ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കാഫ്ക നോക്കുമ്പോൾ അവനിപ്പോ നിൽക്കുന്നത് അവന്റെ കൈജു ഫോമിലാണ്. ഇപ്പൊ കാഫ്കേനെ മോളിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ മോളിൽ ഹെലികോപ്റ്ററിൽ നിൽക്കുന്ന ഓഫീസർ വരെ വെടിക്കാൻ തുടങ്ങിയാണ്. അതിനുശേഷം അവിടെ താഴെ നിൽക്കുന്ന ആൾക്കാരോട് വെടിക്കുകയാണ്. അപ്പൊ തന്നെ കാഫ്കേനെ കണ്ണുള്ള പോയിട്ട് കൈനീസൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ജയന്റ് കാഫ്കേര് മാറുന്നുണ്ട്. അങ്ങനെ കൈജു എന്ന കാഫ്കയാണെങ്കിൽ അവിടെ മോളിലുണ്ടായിരുന്ന ഹെലികോപ്റ്ററിനെ ഒന്നിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാഫ്ക കണ്ണുറക്കുകയാണ്. ഇത്രനെ കണ്ടതിന് സ്വപ്നമായിരുന്നു, ഭാഗ്യം സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞ് അവൻ താഴെ വീഴുകയാണ്. അവിടുത്തെ കട്ട് ചെയ്ത് ഒരു സിറ്റി കാണിക്കുകയാണ്. ഈ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ കാഫ്ക മറ്റേ ഒരു വലിയ കൈജുനെ ഡിഫീറ്റ് ചെയ്തില്ലേ, അപ്പം അത് പൊട്ടിത്തെറിച്ച് ആ ഒരു സിറ്റി മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ആ സിറ്റിയാണത്. ഇപ്പോൾ ആ സിറ്റിനെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ സ്ഥലത്തോട്ട് മീന വരുന്നുണ്ട്. ഇപ്പൊ മീന അവളെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, നീ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്ന കാഫ്ക എന്ന് പറയുമ്പോൾ തന്നെ പിറകിൽ നമ്മുടെ 3rd ഡിവിഷൻ ക്യാപ്റ്റൻ വരുന്നുണ്ട്. അപ്പൊ മീന ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, ഈ സിറ്റി പഴുതുപോലെ ആക്കാൻ വേണ്ടി കുറെ മാസങ്ങൾ വേണ്ടി വരുമായിരിക്കും അല്ലേ? അപ്പോഴാണെങ്കിൽ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അതെ തീർച്ചയായും. അതിരിക്കട്ടെ, കാഫ്കയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് 5 ദിവസം ആയാലും എന്നിട്ട് എന്താ അവനെ റിലീസ് ചെയ്യാത്ത, മിക്കവാറും വേറെ എന്തെങ്കിലും അവനെ പ്ലാൻ ചെയ്യുകയായിരിക്കും എന്ന് പറയാണ് ക്യാപ്റ്റൻ. അപ്പൊ മീന പറയുന്നുണ്ട്, അതെ അതായിരിക്കും. അപ്പൊ മീന പറയുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട ആൾക്കാരൊക്കെ അവിടെ എത്തിയോ? അപ്പോഴെങ്കിൽ വൈസ് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അവർ ഇപ്പൊ പുറപ്പെടുന്നതാണ്, അവർ കുറച്ചു നേരത്തുള്ളിൽ തന്നെ അവിടെ എത്തുന്നതായിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ പുറപ്പെട്ട ആൾക്കാരെ കാണിക്കുകയാണ്. അത് ഇഹാറോ റെനോ ആണ്. അപ്പൊ ഇഹാറോ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ അതൊക്കെ സാഡ് ആയിരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ സ്ഥലത്ത് നിർത്തുന്ന ശേഷം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ റെനി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നത്? അപ്പോഴെങ്കിൽ ഇഹാറു പറയുന്നുണ്ട്, എടാ എന്തായാലും പോകണ വഴിക്ക് ഇതൊക്കെ കണ്ടായി, അപ്പൊ ഫോട്ടോ എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞ ശേഷം ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു ബെഞ്ചിൽ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഹാറു എന്നോട് പറയുന്നുണ്ട്, അടാ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഉടനെ അവര് വെറുതെ വിടുന്നു. കാരണം എന്താ വെച്ചാൽ ഡിഫൻസ് ഫോഴ്സിൽ ഒരാൾ പെട്ട് കഴിയുകയാണെങ്കിൽ വെളിയോട്ട് വരാൻ ഭയങ്കര കഷ്ടപ്പാടാണ്, അതിനെ വിട്ടാൽ തന്നെ വലിയ കാര്യമാണ് എന്ന് പറയാണ് ഇഹാറു റെനിനോട്. അപ്പൊ റിനോ ഇഹാറോട് പറയുന്നുണ്ട്, എടാ നിനക്കൊരു കാര്യം അറിയാവോ, സാർ കാഫ്ക ആണെങ്കിൽ ആദ്യമായിട്ട് കൈജു ഫോമിലോട്ട് വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, സാർ ഈ കൈജുവിന്റെ ഫേസും വെച്ചുകൊണ്ട് ഡിഫൻസ് ഫോഴ്സിൽ കയറുമ്പോണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു സാർ. അവിടുത്തെ കട്ട് ചെയ്ത് ഇപ്പൊ രണ്ടുപേരും അവർ പൊക്കോടുന്ന സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോഴാണെങ്കിൽ അവനവനെ മനസ്സിൽ റെനോ അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്, എന്തായാലും ഈ ഡിവിഷൻ 4 തന്നെ ഞാൻ ഭയങ്കര പവർഫുൾ ആവുന്നതായിരിക്കും, എന്നിട്ട് ഞാൻ സാർ കാഫ്കനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവരെ സ്ഥലത്തോട്ട് കയറുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് 1st ഡിവിഷന്റെ ഓഫീസ് കാണിക്കുകയാണ്. ഇപ്പൊ അവിടെ കിക്കേറു ഇരുന്നതിന് ശേഷം ഹീറോ എടുത്ത ഫോട്ടോസിൽ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ 1st ഡിവിഷനിലത്തെ വൈസ് ക്യാപ്റ്റൻ വരികയാണ്. അയാളുടെ പേര് ഹസഗുറ എന്നാണ്. അപ്പൊ ഹസഗുറ അവളോട് പറയുന്നുണ്ട്, കിക്കേറോട് പറയുന്നുണ്ട്. ഇപ്പൊ ഹസഗുറ കിക്കേറോട് പറയുന്നുണ്ട്, ഇതിന്റെ 3rd ഡിവിഷനിലത്തെ ക്യാപ്റ്റൻ പറഞ്ഞു കാണും എന്താ, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ 3rd ഡിവിഷൻ സ്ഥിതി കൊണ്ടിരുന്ന സ്ഥലം മൊത്തത്തിൽ നശിച്ചു പോയിരിക്കുകയാണ്. ആ സിറ്റി മൊത്തത്തിൽ റീബിൽഡ് ചെയ്യുന്നവരെ നീ നിൽക്കാൻ പോകുന്ന 1st ഡിവിഷനിലായിരിക്കും എന്ന് പറഞ്ഞ് കിക്കേറുവിനെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് 1st ഡിവിഷന്റെ ക്യാപ്റ്റനെ കാണിക്കാൻ വേണ്ടി. ഇപ്പൊ കിക്കേറു അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാൻ അമേരിക്ക വരുന്ന കാലം തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയാണ് ഈ 1st ഡിവിഷനെ പറ്റി. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഡിഫൻസ് ഫോഴ്സസിന് ഏറ്റവും പോപ്പുലർ ആൾക്കാരുള്ള സ്ഥലമാണ് ഇത്. ഇവിടത്തെ ഏറ്റവും പോപ്പുലർ ഉള്ള ഒരാളാണ് ഞാൻ കാണാൻ പോകുന്നത്, അയാളാണ് ഈ ഒരു ഫോഴ്സിലെ ക്യാപ്റ്റൻ. അപ്പൊ ഹസൈഗവ പറയാണ്, ഇതാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ശേഷം ക്യാപ്റ്റൻ റൂം ഇറങ്ങുമ്പോൾ ക്യാപ്റ്റൻ അവിടെ കറന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് PS5. അപ്പൊ ഹസൈഗവ പറയാണ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞ ഹസൈഗവ ആ റൂമിനകത്ത് കയറിയതിനു ശേഷം അവന് നേരെ ആക്കളോട് ചവിട്ട് കൊടുക്കുകയാണ്. ആ ചവിട്ട്
പറയുമ്പോൾ തന്നെ തെറിച്ചു കിടന്നതിന് ശേഷം അവന്റെ PS5 അടിച്ചു പോവുകയാണ്. അയ്യോ അവന്റെ PS5 പോയി, എന്താണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഹാസഗാവയുടെ അടുത്ത് ചൂടാവുകയാണ്. അപ്പൊ ഹാസഗാവ പറയുന്നുണ്ട്, ഇതിനകത്ത് നേരത്തെ പറഞ്ഞല്ലേ മീറ്റിങ്ങിന് ആൾക്കാർ വരുമെന്ന്, എന്റെ നീ ക്ലീൻ ചെയ്യാത്ത. അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, അത് താങ്കൾ പറഞ്ഞത് 5 മണിക്ക് വരുന്നല്ലേ, പിന്നെ തന്നെ വർക്കൗട്ട് ചെയ്യണം, പിന്നെ എനിക്കാണെങ്കിൽ മീറ്റിങ്ങിന് ഒട്ടും താല്പര്യവുമില്ല. അപ്പൊ ഹാസഗാവ 100 നല്ല കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, നിനക്ക് ഈ റൂം വൃത്തിയാക്കുള്ള മടി കൊണ്ടല്ലേടാ നീ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അവന്റെ അടുത്ത്. പിന്നെ ഇത് എന്റെ റൂമാണ്, എന്റെ ഇഷ്ടമാണ് വൃത്തിയാക്കണോ വേണ്ടതെന്നൊക്കെ. അപ്പോഴാണെങ്കിൽ ഹാസഗാവ പറയുന്നുണ്ട്, അല്ല ഇത് എന്റെ റൂമല്ല, ഇത് ഡിഫൻസ് ഫോഴ്സിന്റെ റൂമാണ്. അപ്പോഴെങ്കിലും അവൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ ഡിഫൻസ് ഫോഴ്സിലെ ആൾക്കാരെ കൊണ്ട് ഈ റൂം വൃത്തിയാക്ക്. അപ്പോഴെങ്കിൽ ഹാസഗാവ പറയുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ ശേഷം കുറെ ആൾക്കാരെ കൊണ്ടുവന്നതിന് ശേഷം അവന്റെ പ്ലേ സ്റ്റേഷൻസും ആക്ഷൻ ഫിഗേഴ്സും എന്ന് പറയേണ്ട എല്ലാ സാധനവും എടുത്തോണ്ട് പോവുകയാണ്, ഗാർബേജ് ആക്കുകയാണ് എല്ലാം. അപ്പോഴെങ്കിലും അവൻ പറയുന്നുണ്ട് എന്റെ സാധനത്തിൽ തൊട്ട് പോകരുത് എന്ന് പറയുന്നുണ്ട്, പക്ഷേ എല്ലാ സാധനം അവർ കൊണ്ടുപോവുകയാണ്. അപ്പോഴാണെങ്കിൽ ഹാസഗാവ അവനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ശേഷം കാണിക്കുന്നുണ്ട്, ഇതാണ് 3rd ഡിവിഷനിൽ വന്ന പുതിയ പെൺകുട്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൾ ആലോചിക്കുകയാണ്, ഇത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത ആളാണോ ഫസ്റ്റ് ഡിവിഷനിലത്തെ മെയിൻ ക്യാപ്റ്റൻ, പിന്നെ ഈ ലോകത്തെ വെച്ചാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്യാപ്റ്റൻ, എന്തൊക്കെയായാലും എനിക്ക് അവനെ റെസ്പെക്ട് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കിക്കേർ അവന്റെ സെല്യൂട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട് സെല്യൂട്ട് ഒന്നും ആവശ്യമില്ല, എനിക്ക് നിന്റെ അടുത്ത് നിന്ന് ഒരേ ഒരു സാധനം മാത്രം മതി, ആ ഒരേ ഒരു സാധനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കൈജു അറ്റാക്കിന്റെ അലാറം മുഴങ്ങുകയാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നീ എന്റെ കൂടെ വന്നാൽ മാത്രം മതി, അത് നിനക്ക് തന്നെ മനസ്സിലാവും, നിനക്കൊരു സ്പെഷ്യൽ സീറ്റ് ഒക്കെ തരുന്നതായിരിക്കും എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴീ ഫസ്റ്റ് ഡിവിഷന്റെ ക്യാപ്റ്റന്റെ പേര് നറൂമി എന്നാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് 15 മിനിറ്റ് മുമ്പോൾ ആ സിറ്റിയിലെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ കൈജു അറ്റാക്ക് വരുന്നതുകൊണ്ട് തന്നെ ആണ് മൊത്തം അലേർട്ട് ആവുന്നുണ്ട്. സിറ്റിയിലത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഏതെങ്കിലും നല്ല സേഫ് ഒരു സ്ഥലത്ത് പോയി നിൽക്കാൻ വേണ്ടി. അപ്പം അവിടുത്തെ ഡിഫൻസ് ഫോഴ്സിലത്തെ ആൾക്കാരൊക്കെ ടാങ്കർ ലോറിയൊക്കെ വെച്ച് സെറ്റായി നിൽക്കുകയാണ്. അവിടെ നിന്നും 5 മിനിറ്റ് മുമ്പായിട്ട് നമ്മളുടെ നറൂമയും പിന്നെ കിക്കേറും ടീമും ഒക്കെ ആ കൈജുനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ കയറുന്നുണ്ട്. ടാങ്കേഴ്സ് എല്ലാം മറ്റേ കൈജുനെ എയിം ചെയ്തുകൊണ്ട് ബ്രിഡ്ജിന് അപ്പുറത്തായിട്ട് നോക്കി നിൽപ്പുണ്ട്. പക്ഷേ കൈജുനെ കാണിക്കുമ്പോഴൊരു ട്വിസ്റ്റ് ഉള്ള കാരണം അങ്ങനെ തന്നെ ഗോഡ്സിലെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നറൂമി അവിടുത്തെ ഡിഫൻസ് ഫോഴ്സിലത്തെ ആൾക്കാരോട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ പൊസിഷനിൽ നിങ്ങൾ അവനെ എത്തിച്ചെന്നാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ ആയിട്ടുള്ള എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു ഡിഫൻസ് ഫോഴ്സിലെ ആൾക്കാരെല്ലാം ചേർന്നതിന് ശേഷം അവരുടെ സ്യൂട്ടത്തെ 40% പവർ യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ടീം വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കൈജുനെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, കാരണം അതുപോലെ തന്നെ ഗോഡ്സിലെ തന്നെയാണ് കൈജു. ഇതെല്ലാം കണ്ട് കോരിത്തരിച്ചിരിക്കുകയാണ് കിക്കേർ. കാര്യം എന്താ വെച്ചാൽ അവള് ജീവിതത്തിൽ ഇത്രയും പവർ യൂസ് ചെയ്യുന്ന ഇത്രയും സോൾജേഴ്സിനെ കണ്ടിട്ടില്ല, അത് ഇത്ര ടീം വർക്ക് ആയിട്ട്. അപ്പൊ സോൾജേഴ്സ് എല്ലാം അവൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോഴെങ്കിലും അവൻ പറയുന്നുണ്ട് ഓക്കെ എന്റെ ടേം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ ശേഷം അവൻ കിക്കേറോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം നേരത്തെ എന്താന്ന് വെച്ചാൽ ഡിസിപ്ലിൻ റെസ്പെക്ട് ആ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്, അതുപോലെ സ്ട്രെങ്ത്തും പവർഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സ് മാത്രമാണ്, അതാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ വീക്കേഴ്സ് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ആ പ്ലെയിനിൽ നിന്ന് ചാടി അവന്റെ പിറകെയുള്ള ആ ഒരു സംഭവമായിട്ട് ഒരു സോഡാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ഒരു സോഡ് വെച്ച് ഗോഡ്സിനെ ദേഹത്ത് കുത്തിയിട്ട് എന്തോ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഗോഡ്സിലെ മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് വളരെ ബ്രൂട്ടലി ചാവുകയാണ്. ആ ഒരു പാതി സിറ്റി തന്നെ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് തൊട്ടടുത്ത ദിവസം ആ ഒരു പാതി സിറ്റി തന്നെ ആ ഗോഡ്സിലെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് തൊട്ടടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ അവന്റെ ആർട്ടിക്കിൾ വളരെ ചെറുതായിട്ട് പിന്നെ മീനിന്റെ ആർട്ടിക്കിൾ വളരെ വലുതായിട്ടും അതിൽ കൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ട് അവന് വളരെ ദേഷ്യം വരികയാണ്, ഇതെന്താ ഇവള് മാത്രം എപ്പോഴും പൊക്കിയടിക്കുന്നത്, എന്റെ എന്താ ഇത്ര താത്തി വെച്ചേക്കുന്നത്. അപ്പൊ കിക്കേറു അവളെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇതെന്താ ജപ്പാനിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസർ അവന്റെ ആർട്ടിക്കിൾ വളരെ കുറച്ച് കൊടുത്തേക്കെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണോ എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അവൾ ചോദിക്കുന്നുണ്ട് എന്താ ഫോൺ എടുക്കാത്തതെന്ന്. അപ്പൊ അവൻ പറയാണ്, നിന്റെ അച്ഛനും പിന്നെ ഹാസഗാവെ എപ്പോഴും ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടിക്ക് എന്നെ വേണ്ടി വിളിക്കും, എന്ന് വെച്ചാൽ എന്തെങ്കിലും മീറ്റിങ്ങിന് വേണ്ടി, അത് ഭയങ്കര ബോറായിരിക്കും, എന്റെ ടൈം ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കണം എന്ന് പറയുമ്പോഴാണ് പിറകെ നിന്ന് ഹാസഗാവ വന്നതിന് ശേഷം അവന്റെ പിറകെ ചവിട്ടുന്നത്. എന്നിട്ട് ഹാസഗാവ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ മീറ്റിംഗിലെ ടോപ്പിക് എന്താ വെച്ചാൽ കൈജു നമ്പർ 8 ആണ്. അപ്പൊ തന്നെ അവർ രണ്ടുപേരും ആ ഒരു മീറ്റിംഗിന് വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാഫ്കനെ കാണിക്കുന്നുണ്ട്. കാഫ്ക ഇപ്പൊ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഈ ഒരു സെല്ലിനകത്ത് തന്നെ കടന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാഫ്കനെ മീറ്റിംഗ് കൂടാൻ വേണ്ടി അവിടുത്തെ ഓഫീസേഴ്സ് ഒക്കെ ചേർന്നതിന് ശേഷം ആ സെല്ലിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ കാഫ്ക ആ മീറ്റിംഗ് നടക്കുന്ന റൂമിനകത്ത് കയറുന്നതിന് വെളിയിലായിട്ട് കിക്കേറുവിനെ കാണുന്നുണ്ട്. കിക്കേറു അപ്പൊ തന്നെ അവനെ കാണുമ്പോൾ തന്നെ തലതിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് മീറ്റിംഗ് കാണിക്കുകയാണ്. മീറ്റിംഗിൽ കിക്കേറുവിന്റെ അച്ഛനാണെങ്കിൽ കാഫ്കയോട് പറയുന്നുണ്ട്, കാഫ്ക നീ ഇപ്പൊ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ജപ്പാനിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിലാണ് നിൽക്കുന്നത്. നീ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ജപ്പാൻ കണ്ടിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൈജു അത് നീയാണ്, പിന്നെ ജപ്പാനിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സ് അത് ഇവിടെയാണ്. നീയും നമ്മൾ ചേർന്ന് പോരാടുകയാണെങ്കിൽ ജപ്പാനിൽ ഒരു കൈജു അറ്റാക്ക് വരാതെ സംരക്ഷിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കാഫ്ക അവന്റെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അപ്പൊ ഇവരെന്നെ വെപ്പണായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവിടെ നിയോമി പറയുന്നുണ്ട്, ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുമ്പോഴാണ് ആ ലീഡർ പറയുന്നത്, നിയോമി ജപ്പാനിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൈജു നമ്പർ 8 ഇപ്പൊ നമ്മളെ കൺട്രോളുണ്ട്, പക്ഷെ കൈജു നമ്പർ 9 അവനെ ഏതൊരു മനുഷ്യന്റെ രൂപം കവർ നിർത്തോണ്ട് സിറ്റി തന്നെ നടപ്പുണ്ട്. അവനെ കൊല്ലണം, കാര്യം അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അവനെ കൊല്ലാൻ വേണ്ടി നിന്റെയും ഇവന്റെയും എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. പിന്നെ നിന്നെ പോവുകയാണെങ്കിൽ അതൊരു വേസ്റ്റ് തീരുമാനം തന്നെ ആയിരിക്കും എന്ന് പറയാണ് ലീഡർ. പിന്നെ കൈജു നമ്പർ 10 അറ്റാക്ക് കാരണം മൊത്തത്തിൽ സിറ്റി താർന്നിരിക്കുകയാണ്. പിന്നെ ഇനി ഫ്യൂച്ചറിൽ ഇതുപോലത്തെ കൈജുസ് ഒക്കെ വരില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ കാഫ്കയെ നമ്മൾ ടീമിൽ എന്തായാലും ഉൾപ്പെടുത്തിയാലേ പറ്റുള്ളൂ എന്ന് ലീഡർ അവനോട് പറയാണ്. അപ്പൊ നറൂമി തിരിഞ്ഞതിന് ശേഷം ഓഫീസറോട് പറയുന്നുണ്ട്, അപ്പൊ എപ്പോഴത്തെ പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലേ, ഞാൻ ഒരു കാര്യം പറയാം, ഇവനെ കൊന്നതിന് ശേഷം ഇവന്റെ ദേഹം വെച്ച് ഒരു സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാം, ആ സ്യൂട്ട് വെച്ച് ഒരുപാട് ഉപയോഗം ഉണ്ടാവും എന്ന് പറയുമ്പോൾ കാഫ്ക അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഇല്ല ക്യാപ്റ്റൻ നറൂമി, എനിക്ക് പെട്ടെന്ന് മരിക്കാൻ പറ്റില്ല, കാര്യം എനിക്ക് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നിൽ വിശ്വസിക്കുന്ന കുറെ കോംറാഡ്സ് ഉണ്ട്, അവർക്ക് ഞാൻ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കണം, പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി ഒരു വലിയ കാര്യമുണ്ട് എന്നും പറഞ്ഞ് മീനയുടെ കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ നറൂമി, എന്റെ പേര് മറക്കണ്ട, എന്റെ പേര് കാഫ്ക ഇബിനോ ആണ് എന്ന് പറഞ്ഞ ശേഷം നറൂമിന്റെ ഫ്രണ്ടിൽ അവൻ സല്യൂട്ട് ചെയ്യുകയാണ്. ഞാൻ ഇന്നു മുതൽ ഫസ്റ്റ് ഡിവിഷനിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നറൂമി പറയുന്നുണ്ട്, എടാ എനിക്ക് ഇതിന്റെ ഫീലിംഗ്സ് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ട ഒരു കാര്യം മാത്രം, അതിന്റെ സ്ട്രെങ്ത്തും ബുദ്ധിയും മാത്രമാണ്, പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇതിന്റെ കൺട്രോൾ ഇട്ട് നിന്റെ ബോഡി വലുതാവുകയാണെങ്കിൽ കൺഫേം ഇതിനെ കൊന്ന് ഞാൻ പുതിയ സ്യൂട്ട് ഉണ്ടാക്കും എനിക്കുള്ള എന്ന് പറയാണ്. എന്നിട്ട് അവ അവിടുന്ന് പോകുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ക്യാപ്റ്റൻ മീനേനെയും ഓഷനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓഷനാണെങ്കിൽ മീനെ എടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കൃത്യ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീന പറയുന്നുണ്ട്, ഓക്കെ അവരെത്തേണ്ട അടുത്തൊക്കെ എത്തി, ഇനി നമുക്ക് ട്രെയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവരുണ്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് കിക്കേറു ആണെങ്കിൽ കിക്കേറുവിന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതിനു ശേഷം അടുത്ത ഡിവിഷനിൽ പോകേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് അവളുടെ അമ്മേനെ ഫോട്ടോ അവൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് കിക്കേറുവിന്റെ അച്ഛനാണെങ്കിൽ എവിടെ അണ്ടർഗ്രൗണ്ടിൽ എവിടെ പോകുന്നുണ്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ കുറെ ഡോക്ടേഴ്സ് ചേർന്ന ശേഷം എന്തോ സീക്രട്ട് പ്രോജക്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിക്കേറിന്റെ അച്ഛനെ കാണുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ ശേഷം വെൽക്കം ചെയ്യുന്നുണ്ട് അയാളെ. അവിടെ വെച്ച് എപ്പിസോഡ് 1 എൻഡ് ആവുകയാണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള കൈജു നമ്പർ 8 മലയാളം എക്സ്പ്രഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നാളെ എപ്പിസോഡ് 2 കാണാം. പിന്നെ ഗൈസ്, വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ഹൈപ്പ് ചെയ്യുന്ന എന്തിനു വെച്ച വീഡിയോ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട, കാര്യം കുറെ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യം, ഈ ഒരു അനിമിക്ക് ശേഷം എന്ന് വെച്ചാൽ കൈജു നമ്പർ 8 എപ്പിസോഡ് 3 വരെ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം പിന്നെ വീക്ക്ലി ഇതിന്റെ ഓരോ അനിമി എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അടുത്തോട്ട് വേറെ അനിമി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലക്സ് പ്ലാനർ സൈനിങ് ഔട്ട്.